മനുഷ്യർക്കെല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ഇമോഷനാണത്. ഒരു പൂമ്പാറ്റ മുതൽ സീത വരെ തടയാനാവാത്ത ഇമോഷൻ. പക്ഷെ യഥാർത്ഥ ഇമോഷൻ സാഡ്നെസ് അല്ലെങ്കിൽ വേദനയാണ്. അതെപ്പോഴും നമുക്ക് ഒതുക്കി വെക്കാനാകും. അത് മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത വിധം മറച്ചു വെക്കാനാകും. എൻ്റെ പെയിൻറ്റിങ്സ് ആ വേദനയെ മനസ്സിലാക്കാനും മനസ്സിലാക്കിപ്പിക്കാനും ശ്രമിക്കുന്നവയാണ്. ചില മനുഷ്യർ നെഗ്ലക്റ്റ് ചെയ്യും, അവർക്കിഷ്ടപ്പെടുകയില്ല. മറ്റു ചിലർക്ക് ഈ മുഖം ക്രീപ്പി ആയിട്ട് തോന്നാം. ആരുടെ ഭാഗത്താണ് തെറ്റ്? അത് കാണുന്നവരുടെ കണ്ണിലാണ്, അല്ലെങ്കിൽ ആ മുഖങ്ങൾക്കായിരിക്കാം. ആ മുഖങ്ങൾ സത്യമാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. ഇമോഷൻസ് ഒക്കെ സത്യം തന്നെയാണ്. ഈ ടെക്നിക്കിൽ നീ കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കോംപ്ലിമെന്റ് ആണോ അതോ ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ മാത്രം. ടെക്നിക്ക് ഇമ്പ്രൂവ് ചെയ്താൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആവും. ഐ വിൽ വർക്ക് ഓൺ മൈ ടെക്നിക്. ഗുഡ്. ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് കാരണം നമുക്ക് ചെറിയൊരു പീരീഡേ ഉള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലാണ്. നാളെ എന്നത് എഴുതപ്പെടാത്തൊരു സത്യമാണല്ലോ. സി യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. എന്റെ കൊളീഗ. പക്ഷേ ഇത് എത്ര നാളുണ്ടാവും? ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകളയാൻ പോകുന്നില്ല. നിന്നെ എനിക്ക് വേണം. നിങ്ങളുടെ ഈ വാക്കുകൾ ഭയങ്കര ഡേഞ്ചറസാ. സ്ത്രീകൾ എനിക്കെന്നും വേദന മാത്രമേ നൽകിയിട്ടുള്ളൂ. എനിക്കൊരിക്കലും അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ കഴിവിൽ മാത്രമാണ് എന്നും എപ്പോഴും വിശ്വാസം അർപ്പിക്കാറുള്ളൂ. അങ്ങനെയാണോ? എന്നാ വേദനകൾ മാറ്റിവെച്ച് നമുക്ക് സന്തോഷം മാത്രം അനുഭവിച്ചാൽ മതി. കാരണം നമ്മൾ ഒന്നിച്ചാണല്ലോ. എന്നും ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് തെറ്റായി തോന്നുന്നു. എൻ്റെ കാഴ്ചപ്പാടുകളാണോ തെറ്റായിട്ട് തോന്നുന്നത്? കാഴ്ചപ്പാടുകളല്ല, പക്ഷേ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് എന്താണെന്ന് നിങ്ങളുടെ കണ്ണുകളിലുണ്ട്. അപ്പം എൻ്റെ ഇൻറ്റൻഷൻസ് എന്താണ്? എന്തു വേണമെങ്കിലും ആവാം. എനിക്കതൊന്നും താല്പര്യമില്ല. നാവ് കൊണ്ട് കള്ളം പറയാനാവും, പക്ഷേ കണ്ണുകൾക്ക് അതൊരിക്കലും സാധിക്കില്ല. ആ പറഞ്ഞത് കള്ളമായിരുന്നു. നിനക്ക് എന്നോട് നല്ല താല്പര്യമുണ്ട്. നിനക്ക് വേണ്ടത് പ്രണയമാണ്.
ഇവരെല്ലാവരും സ്വന്തം ഇഷ്ടത്തിന് പോയവരാ. പക്ഷെ അവരൊന്നും തിരികെ വന്നിട്ടില്ല. ഈ പെൺകുട്ടികളെല്ലാവരും 18-28 വയസ്സിന് ഇടയിലുള്ളവരാ. ഇവരുടെ കോമൺ ഇൻട്രസ്റ്റ് എല്ലാവരും ആർട്ട് ലവേഴ്സുമാണ്. ഈ മിസ്സിംഗ് കേസസ് ഒക്കെ ഇപ്പോൾ ഒരു മിസ്റ്ററി ആയിട്ട് മാറിയിട്ടുണ്ട്. സർ, ഒരു കുട്ടിയും കൂടെ മിസ്സായിട്ടുണ്ട്. പേര് ആരോഹി എന്നാണ്. ഫൈൻ ആർട്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ കേസിനെ സോൾവ് ചെയ്യണമെങ്കിൽ തൻ്റെ സഹായം കൂടെ വേണം. ഇത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. സർ, ഐ ആം ഓൺ ഇറ്റ്. ബാക്കി ഞാൻ നോക്കിക്കോളാം. യെസ് സർ. എന്നാൽ ഇവർക്ക് എന്താ സംഭവിച്ചത്? ഇതൊരിക്കലും ഒരു കോയിൻസിഡൻസ് അല്ല. ആരോ ഇതിന് പിന്നിലുണ്ട്. വേദനയെ ടാർഗറ്റ് ആക്കുന്ന ഒരാൾ. പക്ഷെ അയാൾക്ക് ആർട്ടുമായിട്ട് എന്താ കണക്ഷൻ? അതെങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ. എത്രയും വേഗം അത് കണ്ടുപിടിക്കണം. പിക്കാസോയുടെ ടേസ്റ്റ് പഴയതിനേക്കാൾ ബെറ്റർ ആയിട്ടുണ്ടല്ലോ. എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. നിങ്ങൾ ആരാ? ഞാൻ നിങ്ങളുടെ പെയിന്റർ സാറിന്റെ ഫേവറേറ്റ് മോഡലാ. അല്ല, തന്നെ പോലുള്ള സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഓ, നൈസ്, വെരി നൈസ്. സ്റ്റുഡൻറ്, ബൈ ദ വേ, നൈസ് ടു മീറ്റ് യു. ലൈക്ക് വൈസ്. സമയം എത്ര പെട്ടെന്ന് കടന്നു പോകുന്നല്ലേ, എത്ര വേഗം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ഞാൻ നിങ്ങളെ വിട്ട് എത്രയും പെട്ടെന്ന് പോകണമെന്ന്. ആരോഹി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? മാത്രമല്ല നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു പെണ്ണിനെയും ട്രസ്റ്റ് ചെയ്യില്ലെന്ന് എന്നോട് പറഞ്ഞതല്ലേ? ഇപ്പൊ അവളെ കാണാതായിട്ട് 4 ദിവസം കഴിഞ്ഞല്ലേ? സത്യം പറഞ്ഞ എനിക്ക് അവളെ ഓർത്ത് ടെൻഷനൊക്കെ ഉണ്ട്. ഐ എം സോറി, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചെന്ന് തോന്നുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെക്കാളേറെ അവളുടെ കാര്യത്തിൽ ടെൻഷനുണ്ടെന്ന്. അവൾ ആകെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് അല്ലേ? അല്ലേ? എനിക്ക് സൈലൻസിനേക്കാളും അക്സെപ്റ്റൻസ് ആണ് ഇഷ്ടം. ഇവിടെ എനിക്ക് അത് തന്നെയാണ് വേണ്ടത്. ഏത് നിറം മാറ്റണം, എപ്പോൾ അത് ചേർക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കൊരിക്കലും പെയിന്റിങ് ചെയ്യുന്നത് നിർത്താനാവില്ല. കാരണം ഒരു കലാകാരൻ അവന്റെ ആർട്ടിന്റെ പേരിലാണ് എന്നും ജീവിച്ചിരിക്കുന്നത്. ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. എന്നുവെച്ചാൽ ഇത്തരത്തിലുള്ള പെയിൻറ്റിങ്സ് സത്യത്തിൽ എവിടെയില്ല. ലൈക്ക് സത്യത്തിൽ ഒരു പെയിൻറ്റിങ്ങിൽ വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസ് കൂടി ഉണ്ടാവണ്ടേ? റിയ നല്ല മനസ്സുള്ളവളായിരുന്നു, വളരെ സുന്ദരിയും. അവൾ ആഗ്രഹിച്ചത് എൻ്റെ പെയിന്റിങ്സിലൂടെ
അവൾ ജീവിച്ചിരിക്കണം എന്നായിരുന്നു. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഉള്ളൊരു ഇമോഷനാണ് വേദന. വേദന എന്നുള്ള ഇമോഷൻ ഒരിക്കലും ഫേക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ആ ഇമോഷനാണ് ഏറ്റവും വേദനയേറിയത്. വേദന അനുഭവിച്ചവർക്ക് അതിന്റെ സുഖം അറിയും. ആ വേദന കംഫർട്ടായി മാറിയ വീണ്ടും വേദന അനുഭവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. റിയ ആ വേദനയിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ചില്ല. വീണ്ടും വേണമെന്ന് ആഗ്രഹിച്ചത് എന്നേക്കുമായി. എന്നുവെച്ചാ ഞാൻ സത്യത്തിലൊന്നും മനസ്സിലാവുന്നില്ല. റിയയെ മനസ്സിലാക്കണമെങ്കിൽ നീ എന്റെ ക്രിയേഷൻസ് എല്ലാം മനസ്സിലാക്കണം. ഇതെന്റെ പെയിന്റിങ്സിലെ ഏറ്റവും നല്ല പെയിന്റിംഗ് ആണ്. $1.5 million. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇത് ദുബായിലേക്ക് പോകും. അത് കഴിഞ്ഞ പിന്നെ ഞാനിവിടെ ഒരുപാട് മിസ് ചെയ്യും. പക്ഷേ എൻ്റെ ഒറ്റപ്പെടലൊക്കെ മാറ്റാൻ വേണ്ടി നീ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ ആരോഗി? ഉണ്ടാവുമല്ലോ അല്ലേ? നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ പെയിന്റിംഗ് ഉണ്ടാക്കാനായിട്ട് വേദനകൾ മാത്രമല്ല ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെ നല്ല പെയിന്റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് സാക്രിഫൈസിനും ഞാൻ തയ്യാറാണ്. ആരെ ത്യജിക്കാനും എനിക്ക് മടിയില്ല. മനസ്സിലായോ? ആരെ ത്യജിക്കാനും മടിയില്ല. ആരോഗ്യ, നീ എന്നോടൊപ്പം വരില്ലേ? വരുമെന്ന് പറയ്. പറയ്. വന്നേ. എല്ലാം സോൾഡ് ഔട്ട് ആയിരിക്കുന്നു. ഓപ്ഷനിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് മാർക്കറ്റിലൂടെ. പക്ഷെ എല്ലാത്തിനും കോമൺ ആയിട്ട് ആർട്ടിസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി എല്ലാ കേസിലും മിസ്സാണ്. ഡാം ഇറ്റ്. സർ. യെസ് സർ. പറയൂ ദേവ്, എന്തെങ്കിലും ലീഡ് കിട്ടിയോ? പെൺകുട്ടികളെ കിഡ്നാപ്പ് മാത്രമല്ല, കൊലയും ചെയ്തിട്ടുണ്ട് സർ. ഈ മോൺസ്റ്റർ ഒരു സീരിയൽ കില്ലറാണ് സാർ. സ്വയം ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നവനാണെങ്കിലും ആർട്ടിസ്റ്റ് അല്ല, ചെകുത്താനാ. പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോവല്ല, അവർ സ്വയം ഇഷ്ടപ്രകാരം പോകുന്നതാ. എന്നിട്ട് അവസരം കിട്ടുമ്പോൾ അവരെ കൊലപ്പെടുത്തും. എന്നിട്ട് ഈ ബാസ്റ്റേഡ് അവരുടെ രക്തം കൊണ്ടാണ് പെയിന്റിംഗ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ മഹാൻ അതിനെ പീസ് ഓഫ് ആർട്ട് എന്നാണ് വിളിക്കുന്നത്. ഞാനിപ്പോൾ സാറിനെ വിളിച്ചത്, ഞാനിപ്പോൾ സാറിനോട് സംസാരിക്കുന്ന ഈ നിമിഷം ആ മോൺസ്റ്റർ ഇവിടെയുണ്ട്, നമ്മുടെ ഈ സിറ്റിയിൽ, നമ്മുടെ നാട്ടിൽ അവൻ ജീവിക്കുന്നത്. നമുക്കവനെ എത്രയും പെട്ടെന്ന് പിടികൂടണം സാർ. ഇല്ലെങ്കിൽ അവൻ മറ്റേതെങ്കിലും പെൺകുട്ടി അവൻ്റെ ഇരയാക്കും. ദേവ്, ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട. തനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എത്രയും വേഗം ആ മോൺസ്റ്ററിനെ നമുക്ക് പിടികൂടണം സർ. ഐ പ്രോമിസ് യു, ഞാൻ തന്നെ അവനെ പിടികൂടും. ഇത്തവണ അവന് രക്ഷപ്പെടാനാവില്ല സർ. നിങ്ങൾ ഈ പെൺകുട്ടികളെ പഠിപ്പിക്കുകയാണോ അതോ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടോ പെയിന്റിങ്ങിന് വേണ്ടി? കാരണം ഈ പെയിന്റിങ്സിലുള്ളതൊക്കെ എപ്പോഴും സത്യമായിരിക്കില്ലല്ലോ. ഞാൻ അവരെ എൻ്റേതാക്കും. ഈ ലോകം മുഴുവൻ അവരുടേതാണെന്ന് വിശ്വസിപ്പിക്കും. അവർക്ക് മറക്കാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടി
അതിന് തയ്യാറായില്ലെങ്കിൽ എന്തു ചെയ്യും? അത് അവർക്ക് വേണ്ട സ്നേഹം അവർക്ക് നൽകും. എന്നാൽ എനിക്കും നിങ്ങളുടെ പ്രണയമാണ് വേണ്ടത്. ഞാൻ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പെൻസിലിനെയാണ്. പിന്നെ എൻ്റെ ക്യാൻവാസ്, ആ ക്യാൻവാസിലെ ചിത്രത്തെയും. എന്നേക്കുമായി ഞാൻ അവരുടെ അമരനാകും. ഞാൻ സ്വയം എന്നെ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ സ്വയം സാറ്റിസ്ഫൈ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നു കാണാൻ മോഹിച്ചു ഉള്ളിൽ ഞാൻ, കണ്ടതിൽ പിന്നെ ഞാൻ നിന്നെ പ്രണയിച്ചുപോ. എന്തൊരു പ്രണയമാ നിന്നോടെനിക്ക്, അതിലും ഇഷ്ടമായി നീ എന്നെ. എൻ്റെ മനസ്സിൽ നീയല്ലാതെ വേറൊന്നുമില്ല. നീ പോയോ എൻ പെൺകൊടി കാണാനില്ല. നീ ഉണരാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നീ ആഗ്രഹിച്ചില്ലേ നിന്നെ ഞാൻ എൻ്റെ ക്യാൻവാസിലേക്ക് വരയ്ക്കണമെന്ന്? യുനോ, നീ എൻ്റെ പുതിയ പ്ലാനിലേക്ക് നേരിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നിന്നെ നന്നായിട്ട് ഉപയോഗിക്കാം. നിനക്കതല്ലേ വേണ്ടത്? വേദനയിൽ നിന്നാണ് നല്ലൊരു കലാസൃഷ്ടി പിറക്കുന്നത്. എത്ര നന്നായിരിക്കുന്നു! വേദനയിൽ നിന്ന് ഒരു കലാസൃഷ്ടി. കളർ ഷെയ്ഡ്സിനെക്കാട്ടിലും വേദനയ്ക്കാണ് വില. മനുഷ്യന്റെ ജീവന് അതിനേക്കാൾ വിലയുണ്ടെന്നറിയില്ലേ? സാധാരണക്കാരുടെ ജീവിതം അല്ല വലുത്. അവർക്ക് ഈ ലോകത്ത് നിന്നും സ്വാതന്ത്ര്യമാണ് വേണ്ടത്. വേദനയിൽ നിന്നും സുഖം, സുഖം മാത്രം. സുഖമല്ലേ? സ്വയം ദൈവമാണെന്ന് കരുതുന്നുണ്ടോ? ഞാൻ ദൈവമാണെന്നൊന്നും കരുതുന്നില്ല. ഞാൻ ഈ ആത്മാക്കൾക്കൊക്കെ മുക്തി നൽകുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്ത് അവരുടെ ജീവിതം വെറും ഭാരമാണ്. ഓഹോ, അജാസ്. യെസ് സാർ. അകത്ത് പോയി എല്ലായിടും സെർച്ച് ചെയ്യാം. യെസ് സാർ. മയൂർ, യു ആർ അണ്ടർ അറസ്റ്റ്. കൊലപാതക കുറ്റത്തിനും കിഡ്നാപ്പിന്റെയും പേരില്. നിയമം നിനക്ക് എന്താണ് ബാക്കി വെച്ചതെന്ന് നോക്കാം. ഇൻസ്പെക്ടർ സാർ, ഈ പെയിന്റിങ്സ് ഇല്ലാതാകുമായിരിക്കും, പക്ഷെ കഴിവ് അങ്ങനെയല്ല. നിങ്ങൾക്കൊരു കലാകാരൻ ഇല്ലാതാക്കാൻ കഴിയും.
പക്ഷെ കലാസൃഷ്ടി അങ്ങനെയല്ല. ഇതൊക്കെ അവസാനിപ്പിക്കാൻ നോക്ക്. നീ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, വെറും സാധാരണ ക്രിമിനലാ. നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന് നിന്നെ പോലുള്ളവർ ഒരു കരടാണ്, തുടച്ചു കളയേണ്ട ഒരു കരടാണ്. നിന്റെ ഈ ചിന്താഗതികൾ മാറില്ല അല്ലേ? എങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയാം. നിന്റെ ഈ രക്തം കൊണ്ടുള്ള ആർട്ട് നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ പോവാ. ഞാനായിരിക്കും അതിന് ചുക്കാൻ പിടിക്കുന്നത്. നടക്കടാ.